ഇന്നിപ്പോൾ ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും ഈ വിമർശനങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വളരെ സീരിയസ് ആയി CPIM ഇതെന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. താഴെത്തട്ടിൽ എല്ലാ എന്താണ് കെട്ടുപാടുകളും വിട്ടുള്ള തുറന്ന ചർച്ചയ്ക്ക് അനുവാദം കൊടുക്കുന്നു. അനുവാദം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അവിടെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന സംഘടനയുടെ സ്വഭാവം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ തന്നെ പരാമർശങ്ങൾ വന്നതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും താഴെത്തട്ടിൽ നിന്ന് ഭയമില്ലാത്ത ചർച്ചകൾ ഇങ്ങനെ ഉയർന്നു വന്ന് മുകളിലേക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു എക്സസൈസ് നടക്കുമ്പോൾ ഒരു ജില്ലാ സെക്രട്ടറി മാത്രം വന്നു നിന്നിട്ട് ഒരു സംശയമില്ലാത്ത മട്ടിൽ ന്യൂനപക്ഷങ്ങളുടെ എന്താണ് വിളയാട്ടം നടന്ന, അങ്ങനെയാണെന്ന് തോന്നുന്ന പ്രയോഗം, ന്യൂനപക്ഷ വർഗീയതയുടെ എന്തോ ഒരു വിളയാട്ടം കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു തീർപ്പങ്ങ് കൽപ്പിക്കുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഇതിലൊരു തീർപ്പ് കൽപ്പിച്ചങ്ങ് പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറിയോ പാർട്ടി നേതാവോ അങ്ങനെ ഒരു തീർപ്പ് പറഞ്ഞിട്ടില്ല. എന്തിനേറെ ഈ പാർട്ടി റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വിഷയമില്ല. മാത്രമല്ല എല്ലാ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ചോർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നത്? അത് SIR കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് വോട്ട് ചോർന്നത് എന്ന വിലയിരുത്തലിലേക്കാണ് ആ പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത്. അപ്പോൾ KK രാഗേഷ് പറഞ്ഞതോ അത് ഇങ്ങനെ ആ നിലയ്ക്ക് വസ്തുതാവിരുദ്ധമായ യുക്തിരഹിതമായ ഒരു പരാമർശം അദ്ദേഹത്തിന് എങ്ങനെയാണ് നടത്താൻ കഴിഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് CPIM-നാണ് എന്നുള്ള വസ്തുത നിലനിൽക്കെ, ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ മുസ്ലിം വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ രണ്ടാമത് കിട്ടിയത് CPIM-നാണ് എന്ന വസ്തുത നിലനിൽക്കെ, CPIM-ൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അതായിരിക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു പരാമർശം നിരുത്തരവാദപരമായി KK രാഗേഷിനെ പോലെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് നടത്താൻ കഴിയുക എന്നുള്ള പ്രശ്നം ആളുകൾക്ക്, ഇത് CPIM-കാർക്ക് മനസ്സിലാവും ഇത് ശരിയല്ലല്ലോ ഈ പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇന്ന് നോക്കുകയായിരുന്നു, വളരെ സൗമ്യരായ ചില നേതാക്കന്മാരൊക്കെ ഈ കാര്യങ്ങളിൽ ഒരു പാർട്ടി ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് അവരുടെ നേതാവ് എന്ന നിലയ്ക്ക് KK രാഗേഷിനെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് സംരക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ VK സനോജിനെ പോലെയുള്ള ആളുകൾ, കാരായി രാജനെ പോലെയുള്ള ആളുകളൊക്കെ 2 MLA-മാരാണ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, വളരെ സൗമ്യരാണ്. ഇവർ ഈ വിഷയത്തിൽ KK രാഗേഷിന് പിന്തുണയുമായി ആദ്യം പരസ്യമായി രംഗത്തെത്തിയിട്ടുള്ള 2 നേതാക്കന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അവരുടെ 2 പേരുടെയും പോസ്റ്റ് താഴെ ശരാശരി ഒരു 300-400 കമൻറ്റുകളെങ്കിലും വന്നിട്ടുണ്ടാവും. ഒരാൾ പോലും ഇവരുടെ 2 പേർ, കാരണം ഇവരോട് അങ്ങനെ എതിർത്ത് പറയേണ്ട സാഹചര്യം സാധാരണ ഉണ്ടാവാറില്ലാത്ത ആളുകളാണ് ഈ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ പേരും. പക്ഷേ അവരൊരാൾ പോലും ആ കാര്യത്തിലൊരു പിന്തുണ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ പാർട്ടിയെ അടുത്ത് നിന്ന് കാണുന്ന, പാർട്ടിയോട് ചേർന്ന് നിന്ന് കാര്യങ്ങളെ വിലയിരുത്തുന്ന പാർട്ടി അനുഭാവികളായിട്ടുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ ചിന്ത. അത് അവർക്ക് ഇടത് രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്നവരൊക്കെ തന്നെയാണ്, ഇടത് പക്ഷം എന്താണെന്ന് അറിയാവുന്നവരാണ്, CPIM എന്താണെന്ന് അറിയാവുന്നവരാണ്. അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ എന്താണ് അതിൻ്റെ ഏതെങ്കിലും കമ്മിറ്റിയിലുള്ളവരായിരിക്കില്ല, പാർട്ടി മെമ്പർമാർ പോലും ആയിരിക്കില്ല. പക്ഷേ അവർക്ക് പറയാനുള്ള വിഷയം ഇതാണ് പ്രശ്നം എന്നുള്ളത്. ഇങ്ങനെയല്ല കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിനോട് ഉദാരമായ സമീപനം നേരത്തെ തന്നെ കാണിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ അത് കാണിക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്.